പരിശുദ്ധ റമളാൻ മാസം അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാളൊക്കെ വളരെ പ്രാധാന്യം നിറഞ്ഞ ദിനരാത്രങ്ങളാണ് ഇനി നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ പത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പുണ്യമായ ഒരു രാത്രി കൂടി അടങ്ങിയിട്ടുള്ള പത്താണ് അവസാനത്തെ പത്ത്. അങ്ങനെ ആ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിച്ചത്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം റംസാൻ ഒരു സീസണാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരു സീസണാണ് റമളാൻ എന്ന് പറയും. കച്ചവടക്കാർക്ക് ഭൗതിക ലാഭം നേടിക്കൊടുക്കുന്ന ഒരു സീസണാണെങ്കിൽ സത്യവിശ്വാസികൾക്ക് പാരത്രിക ലാഭം നേടിക്കൊടുക്കുന്ന സീസണാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. റമളാനും അതുപോലെയുള്ള സീസണുകളും ഒക്കെ വരുമ്പോൾ, ഓണം, ക്രിസ്മസ് തുടങ്ങിയ സീസണുകളൊക്കെ വരുമ്പോൾ കച്ചവടക്കാരുടെ നിലപാട് നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഡ്രസ്സിൻ്റെ, ചെരുപ്പിൻ്റെ ഒക്കെ കച്ചവടക്കാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തും. അതിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ പോകും. വലിയ വലിയ പട്ടണങ്ങളിൽ ചെന്ന് ചെറിയ വിലക്ക് നല്ല ലാഭം നേടിത്തരുന്ന സാധന സാമഗ്രികളൊക്കെ അവർ പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ കടയെ മോടി പിടിപ്പിക്കും. കച്ചവടം പൊടിപിടിക്കാൻ വേണ്ടി സെയിൽസ്മാൻമാരെ കൂടുതലായി നിയോഗിക്കും. ഇതുപോലെ തന്നെ സത്യവിശ്വാസികൾ റമളാൻ തുടങ്ങുന്നതിന് 1-2 മാസം മുമ്പ് തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വ ബലഗ്നാ റമളാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റമളാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനുള്ള ഒരുക്കങ്ങൾ. അങ്ങനെ സീസൺ എത്തിക്കഴിഞ്ഞാൽ, റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കച്ചവടക്കാർ സാധാരണയിൽ രാവിലെ സാധാരണ ഒരു 9 മണിക്ക് തുറക്കുന്ന കടകളൊക്കെ ഒരു 8 മണിക്ക് തുറക്കും. സാധാരണഗതിയിൽ ഒരു 8 മണിക്ക് പൂട്ടുന്ന കടകളൊക്കെ ഒരു 9 മണി വരെ അല്ലെങ്കിൽ 10 മണി വരെ വൈകിട്ടായിട്ട് പൂട്ടുക. സാധാരണ ഡിസ്പ്ലേ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. സാധാരണയിൽ കൂടുതൽ അധ്വാനിക്കും. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരു സീസണാണ്. അപ്പോൾ ലഭിക്കുന്ന ലാഭം അതിനു വേണ്ടി അയാൾ കൂടുതൽ അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളും അതുപോലെ തന്നെയാണ്. സാധാരണ നാം ചില ആളുകൾ 6 മണിക്കൊക്കെ എണീക്കും, ചില ആളുകൾ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ എണീക്കും. പക്ഷെ ഇപ്പോൾ അതല്ല. സുബഹി ബാങ്കിനും കുറെ മുമ്പ് തന്നെ നാം ഉണരുന്നു. സാധാരണ 8-9 മണിക്ക് കിടക്കാറുള്ള ആളുകൾ ഇപ്പോൾ 10-11 മണി വരെ വൈകിട്ടാണ് ഉറങ്ങുന്നത്. സത്യവിശ്വാസികൾക്കുള്ള സംഗതിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് റമളാൻ മാസത്തിൽ മാത്രം ലഭിക്കുന്ന ആ പ്രതിഫലങ്ങളെ നേടിയെടുക്കുവാനുള്ള അധ്വാനമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും കച്ചവടക്കാർ ഈ സീസൺ വന്നാൽ പല കടകളിലും ഓഫറുകൾ ഉണ്ടാകും, സമ്മാന പദ്ധതികൾ. ഇത്ര രൂപക്ക് സാധനമെടുത്താൽ ഇന്ന സമ്മാനം. അതുപോലെ തന്നെ ഇത്ര വിലക്കുള്ള സാധനങ്ങൾക്ക് ഇപ്പോൾ വില കിഴിവ് എന്നൊക്കെ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ ചില സമ്മാന പദ്ധതികളും ചില ഇളവുകളും ഒക്കെ പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ റമളാൻ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അവന് അല്ലാത്ത മാസത്തിൽ ഒരു ഫർള് ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും. റമളാൻ മാസത്തിൽ വല്ലവനും ഒരു ഫർള് ചെയ്താൽ മറ്റു മാസങ്ങളിൽ 70 ഫർള് ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നിന് 70 ഇരട്ടി. അതാണ് അള്ളാഹുവിന്റെ സമ്മാന പ്രഖ്യാപനം. അതുപോലെ തന്നെ പല ഇളവുകളും, മഗ്ഫിറത്ത്, അതുപോലെ നരക വിമോചനം, ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും പ്രത്യേകമായി കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധ റമളാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സീസണും പിന്നിലും ഓരോ കാരണങ്ങളുണ്ടാവും. ഒരു സീസൺ വെറുതെ ഉണ്ടാവില്ല. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അത് നടത്തിക്കൊണ്ട് പോരുന്നത്. ഓണം മഹാബലിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. എന്നാൽ റമളാൻ മാസത്തിന്റെ ആഘോഷത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പെരുന്നാളല്ല. നമുക്ക് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ പോലെ അറിവില്ലാത്ത പല സമൂഹങ്ങളിലുള്ള ആളുകൾ വിചാരിക്കുന്നത് റമളാൻ എന്ന് പറയുന്നത് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഘോഷമാണെന്നാണ്. അങ്ങനെയല്ല. പരിശുദ്ധ റമളാൻ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സമ്മാനങ്ങളും പല ഇളവുകളും പ്രഖ്യാപിച്ചുകൊണ്ട് സത്യവിശ്വാസികളോട് അത് ആഘോഷിക്കുവാൻ, അത് കൊണ്ടാടുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ ഉള്ള കാരണം പരിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ വാർഷികമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാൻ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സത്യവിശ്വാസികളോട് ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മാനങ്ങളും ഇളവുകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ റമളാൻ ഏതൊരു സീസൺ എടുത്തു നോക്കിയാലും, സീസൺ ഇപ്പോ ഓണം 10 ദിവസം മുമ്പേ തുടങ്ങും. അത്തം 10-നാണ് ഓണം, തിരുവോണം എന്നൊക്കെയാണ് പറയുന്നത്. മുമ്പേ ആഘോഷം തുടങ്ങും. അതുപോലെ ക്രിസ്മസ് ഡിസംബർ 26-ന് ക്രിസ്മസ് ആണെങ്കിൽ അതിന് 25-ന് ക്രിസ്മസ് ആണെങ്കിൽ അതിന് എത്രയും മുമ്പ് തന്നെ ആഘോഷം തുടങ്ങുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഇത്. എന്നാൽ ഈ ആഘോഷത്തിന്റെ ദിവസത്തിനോട് അടുക്കും തോറും കച്ചവടക്കാരന്റെ നിലപാടുണ്ടാകും. അവൻ സാധാരണഗതിയിൽ 9 മണിക്ക് തുറക്കുന്ന കടകൾ 8 മണിക്ക് തുറക്കുന്നുണ്ടെങ്കിൽ സീസണോട് അടുക്കും തോറും 7 മണിക്കും 6:30 മണിക്കും അങ്ങനെ വളരെ വളരെ രാവിലെ തുറക്കുകയും 9 മണിക്ക് പൂട്ടാറുള്ള കടകൾ 10 മണി പോയി 11, 12, 1 മണി ഇങ്ങനെയൊക്കെ നമുക്ക് സാധാരണ കുമ്പളയിൽ ഒക്കെയുള്ള പട്ടണങ്ങളിലുള്ള കച്ചവടക്കാരെ കാണാൻ സാധിക്കും. പെരുന്നാളിനോട് അടുക്കും തോറും തുറക്കുന്നത് രാവിലെയാകും, അതിരാവിലെ തുറക്കും. പൂട്ടുന്നതോ വളരെ വൈകി. ചില കടകൾ പൂട്ടാറേ ഇല്ല. പെരുന്നാളിൻ്റെ ഇന്ന് രാവിലെ വരെ, പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നത് വരെ അവർ അവിടെ കട തുറന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അവരുടെ ഉദ്ദേശം? ഭൗതികമായ ലാഭം, അതിനുള്ള ഒരവസരം. ആ അവസരം പാഴാക്കാതെ കരസ്ഥമാക്കുക, നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ കടകൾ തുറന്നത്. സത്യവിശ്വാസികളുടെയും അവസ്ഥ അങ്ങനെ തന്നെ ആകണം. പരിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രി, അതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അന്ന് പ്രത്യേകമായ, സാധാരണ ഗതിയിൽ കച്ചവടക്കാർ ഒരു സമ്മാനം ഒക്കെ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ സീസന്റെ തൊട്ടു മുമ്പുള്ള ദിവസത്തിൽ പ്രത്യേകമായ സമ്മാന പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. സാധാരണയിൽ കച്ചവടം കൂടുതൽ വരാൻ വേണ്ടിയിട്ടുള്ള, ലാഭം കൂടുതൽ കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിൽ, ഖുർആൻ അവതരിച്ച രാത്രിയിൽ പ്രത്യേകമായിട്ടുള്ള വളരെ കൂടുതൽ പ്രതിഫലം നൽകുവാൻ വേണ്ടി തീരുമാനിച്ച് അത് പ്രഖ്യാപിച്ചിരിക്കുക. അതാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. എന്നാൽ ആ രാത്രിയിലേക്ക് അടുക്കും തോറും യഥാർത്ഥ വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? അതിരാവിലെ, സാധാരണ 4 മണിക്ക് എണീക്കുന്ന ആളുകൾ
ഒരു 2 മണിക്കൊക്കെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ആ രാത്രി ഉറങ്ങാനേ പാടില്ല, ലാഭം കൊയ്തെടുക്കാൻ. അങ്ങനെ കൂടുതലായി അധ്വാനിക്കുന്നു. കച്ചവടക്കാർ എത്രമാത്രം അരിയും തലയും മുറുക്കി കച്ചകെട്ടി അധ്വാനിച്ച് ലാഭം കൊയ്തു കൂട്ടാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാളും കൂടുതൽ അധ്വാനിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് കട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? കൂടുതൽ ലാഭം നമുക്ക് നേടിത്തരുന്ന അവസരം വരുമ്പോൾ നാം കൂടുതൽ പിന്നോക്ക് പോയിക്കൊണ്ടിരിക്കുക. റമദാൻ തുടങ്ങുമ്പോൾ ഒരു ആവേശം, പള്ളി നിറയെ ആളുകൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റമദാൻ മാസത്തെ അങ്ങ് ബഹുമാനിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കും തിരിയാത്ത മട്ടിലുള്ള ആവേശപ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ സീസന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളും അകന്നുകൊണ്ടിരിക്കുകയാണ്, ക്ഷീണം പിടിക്കുകയാണ്. നമുക്ക് കൂടുതൽ സമയം ഉറങ്ങുകയാണ്. സാധാരണ 4 മണിക്ക് എണീക്കുന്ന ആളുകൾ ബാങ്കിന് ഒരു 10 മിനിറ്റ് മുമ്പ് എണീറ്റ് അങ്ങ് വാരി മെഴുകി, അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ആ ഡേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചില്ല? നാം മടിയന്മാരാകാതിരിക്കാൻ, പരിശ്രമശാലികളാകാൻ, പരിശ്രമിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പല സംഗതികളും അങ്ങനെ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആയുസ്സിന്റെ അവസാനം, നമ്മുടെ മരണം എപ്പോഴാണ് എന്ന കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി നമുക്ക് അറിയിച്ചില്ല. കാരണം എന്താണ്? അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഭൂമുഖത്ത് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുകയില്ല, നാം അധ്വാനിക്കുകയില്ല. കാരണം ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു, നാളെ രാവിലെ നിന്നെ തൂക്കിലേറ്റാൻ പോകുന്നു. അതുകൊണ്ട് ഈ രാത്രി മുഴുവൻ നീ അടിച്ചു പൊളിച്ചുകൊള്ളുക. നിനക്ക് ഏത് പെണ്ണ് വേണം, ഏത് തരത്തിലുള്ള മദ്യം വേണം, എന്ത് ഭക്ഷണം വേണം, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക, ഞങ്ങൾ തരാം എന്നാരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അയാൾ തയ്യാറാണ്. കാരണം നാളെ രാവിലെ കഴുകുമരത്തിൽ കയറേണ്ട എനിക്ക് എന്ത് സുഖം. അതുപോലെയുള്ള ഒരവസ്ഥയാണ് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യനും ഈ ലോകത്ത് സ്വസ്ഥമായി ജീവിക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് അത് മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകത്തിന്റെ അവസാനത്തിന്റെ തീയതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്നുകൂടി മനസ്സിലാക്കാൻ. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ച ആ രാത്രി ഇന്ന രാത്രിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കാതിരുന്നത്. നാം മടിയന്മാരാകാൻ പാടില്ല. ആ ഒരു ദിവസം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് അന്ന് മാത്രം അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടാനും അവന്റെ സുഖവിൽ അവന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുമുള്ള ഒരു പരിശ്രമം മാത്രം നടക്കുകയും ബാക്കി ജീവിതകാലം മുഴുവനും അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവിടെ സംജാതമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പാടില്ല. എല്ലാ കാലത്തും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തന്റെ അടിമകൾ മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡേറ്റിനെ മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഖദ്റിന്റെ രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഖദ്റിന്റെ രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത്. അത് ഏതിനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വ്യക്തമാക്കിയില്ല. അത് മറ്റൊരിടത്ത് അല്ലാഹു വ്യക്തമാക്കി. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഖുർആൻ അവതരിപ്പിച്ച മാസത്തിലെ ഒരു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രി, അതിന് അല്ലാഹു ആ രാത്രി ഏതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇന്ന മാസത്തിലാണ് എന്ന് നമുക്ക് അറിയിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിലെ ഇന്ന പകുതിയിലാണ് എന്നും നമുക്ക് വ്യക്തമാക്കി. എന്നിട്ടും ഇനി എന്താണ് നാം കാത്തിരിക്കുന്നത്? ആ പകുതി, ആ അവസാനത്തെ ഭാഗത്തെ നാം ധന്യമാക്കി തീർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യന് ഹിദായത്ത് നൽകി എന്നുള്ളത്. അള്ളാഹു അല്ലാത്ത മറ്റു ഒരു മാർഗത്തിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ എന്താണ് ഈ ലോകത്ത് പ്രവർത്തിക്കാനുള്ളത്, മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, അവൻ ഈ ലോകത്ത് ഉള്ള അവന്റെ ഉദ്ദേശം എന്താണ്, അവൻ പോകുന്നിടത്തുള്ള അവന്റെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ മനുഷ്യന് സ്വന്തമായി പഠിച്ചോ, അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തിയോ, അല്ലെങ്കിൽ ആധുനികമായ സജ്ജീകരണങ്ങളിലൂടെയോ ഒന്നും കണ്ടെത്താൻ സാധ്യമല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരേണ്ട മാത്രം സംഗതിയാണ്. അത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്, അത് എന്റെ ബാധ്യതയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാവിധം നിർവഹിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, പ്രവാചകന്മാരെ നിയോഗിച്ചു, ഒക്കെ മനുഷ്യന് ഹിദായത്തിന്റെ വഴികൾ, മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. ഇനി അതിലേക്ക് പ്രവേശിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യേണ്ട ഭാഗം അത് മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ടതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തീരുമാനമെടുത്ത രാത്രി, മനുഷ്യന് സന്മാർഗം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, നൽകാൻ വേണ്ടി തീരുമാനമെടുത്ത ആ രാത്രിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഭാഗതയെ നിർണയിക്കുന്ന രാത്രിയാക്കി തീരുമാനിച്ചിരിക്കുക. വർഷത്തിൽ ഒരു ദിവസം ആ ഖുർആൻ അവതരിക്കാൻ അള്ളാഹു തീരുമാനമെടുത്ത ധന്യമായ ആ രാത്രി തന്നെയാണ് മനുഷ്യന്റെ ഭാഗതയെ നിർണയിക്കുന്ന രാത്രിയാക്കി അള്ളാഹു തീരുമാനിച്ചു. അപ്പോൾ ഈ ഭാഗതയം തീരുമാനിക്കുന്ന രാത്രി എന്ന് പറയുമ്പോൾ നാം ഒക്കെ വിചാരിക്കുന്ന ഒരു വിചാരമുണ്ട്. നാം ഒക്കെ എന്തിനു വേണ്ടിയാണ് ആ രാത്രി ആഗ്രഹിക്കുന്നത്? ഭൗതികമായ കാര്യങ്ങൾക്ക്. ആ രാത്രി മുഴുവൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾ. അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം കൊണ്ട് എന്റെ ഇന്ന അടിമ ഖുർആനിലൂടെ എത്രമാത്രം എന്നോട് അടുത്തു, എത്രമാത്രം അവന്റെ പരലോകത്തെ ധന്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അവൻ നടത്തി, അതുകൊണ്ട് ഇനി അവന്റെ ഭാവി ജീവിതം, അവന്റെ പരലോക ജീവിതത്തിൽ അവന്റെ സ്ഥാനം എന്തായിരിക്കണം, അവന് എവിടെയായിരിക്കണം, ഈ ഖുർആനുമായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന, എന്നിട്ട് അതിനുള്ള തീരുമാനം എടുക്കപ്പെടുന്ന രാത്രി. ആ രാത്രിയിൽ അള്ളാഹുവിനോട് ആരൊക്കെ ഖേദിച്ചു മടങ്ങുന്നു, അപ്പോഴൊക്കെ അവൻ ചിലപ്പോൾ നരകത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നരകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി തള്ളാൻ വേണ്ടി തീരുമാനിച്ച ആളായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ രാത്രിയിൽ ഉറക്കമിടിച്ച് അയാൾ അള്ളാഹുവിനോട് കേണ് മാപ്പി നിരക്കുകയും അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അവിടെ നിന്ന് സ്വർഗത്തിന്റെ ആളുകളിലേക്ക് വീണ്ടും ഒരു അവന്റെ ആയുസ് എത്ര കാലമുണ്ടോ അവിടം വരേക്കുമുള്ള ഒരു സമയം കൂടി അള്ളാഹു നൽകാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് സംജാതമായത്. അപ്പോൾ അത് നേടിയെടുക്കുവാൻ വേണ്ടി നാം കഠിനമായ പരിശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ ഈ രാത്രി എന്ന് പറയുന്നത് മണ്ണും വിണ്ണും ഒന്നായിത്തീരുന്നു. വിണ്ണ് മണ്ണിനെ ചുംബിക്കുന്ന ആകാശത്ത് നിന്നുള്ള മാലാഖമാർ, ആകാശലോകത്ത് നിന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസം. അതുപോലെ മണ്ണിലുള്ള മനുഷ്യരുടെ കണ്ണുകളും കരങ്ങളും ആകാശത്തിലേക്ക് ഉയരുന്ന ദിവസം. അങ്ങനെ മണ്ണും വിണ്ണും ഒന്നായിത്തീരുന്ന ഒരു രാത്രി. അങ്ങനെയുള്ള ആ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള രാത്രിയായി പ്രഖ്യാപിച്ചു. 1000 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടിയാൽ ഒരു പുരുഷായുസ് എന്ന് പറയാം. ആ ഒരു പുരുഷായുസ് മുഴുവനും അവൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഒറ്റ രാത്രി കൊണ്ട് അവൻ ആത്മാർത്ഥമായും ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കുവാനുള്ള ഒരവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിരിക്കുക. ആ അവസരത്തെ പാഴാക്കി കളയുന്നവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പരിശുദ്ധ മാസം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു, അതിലൊരു രാത്രിയുണ്ട്, 1000 മാസങ്ങളെക്കാളും പുണ്യമായ രാത്രിയാണ് അത് ആർക്കും നഷ്ടപ്പെട്ടു പോവോ? അവന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം പെട്ടുപോകരുത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രാത്രിയിലെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ, മഗ്ഫിറത്ത് ഒക്കെ നേടിയെടുക്കുവാൻ കച്ചകെട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഉറങ്ങാറേയില്ല.
ഈ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് തലയും അരയും ഒക്കെ മുറുക്കി അധ്വാനിക്കുകയും വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ആയിട്ടാറന്നുള്ള കയ്യിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നാമും നമ്മുടെ കുടുംബവും ഈ രാത്രിയിൽ ഈ അവസാനത്തെ 10 അള്ളാഹു പറഞ്ഞിരിക്കുന്ന 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ആ രാത്രിയിലെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഉണർത്തുവാനുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ നമ്മുടെ ഇന്ന് നാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മുസ്ലിങ്ങൾ വളരെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അതുപോലെ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ആരെയും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, നാം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് നീ പരാജിതനാവാൻ വേണ്ടിയിട്ടല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നാം പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന പരിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ അവഗണന, അതിനെ അഗണ്യതയിലേക്ക് നാം തള്ളിയതിന്റെ ഫലമായിക്കൊണ്ടാണ് നമുക്ക് ഇനി നിന്ദ്യതയും പതിത്വവും പരാജയവും ഒക്കെ നേരിടേണ്ടി വരുന്നത് എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ഹിദായത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവന് വഴിപിഴച്ചു പോവുകയില്ല, അവൻ പരാജിതനാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിൽ അത് കേവലം പാരായണം ചെയ്യുവാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അനുസ്മരിക്കുകയുണ്ടായി, ഇരുന്ന് ഇല്ലാതായി തീരുമ്പോഴാണ് സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു നബി ശിഷ്യൻ പ്രവാചകനോട് ചോദിച്ചു, അതല്ല പ്രവാചകനെ, ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നു പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരും ചെയ്തിട്ടുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ വളരെ ബഹുമാനിച്ച് അവരുടെ വേദഗ്രന്ഥങ്ങളെ, തൗറാത്തിനെ, ഇൻജീലിനെ ഒക്കെ അവർ വെക്കുകയും അതിന് ബഹുമാനത്തോടെ പ്രതിഫലം കാണിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളുവാൻ, അത് ജീവിതമാക്കി മാറ്റുവാൻ അവർ തയ്യാറായില്ല. അതാണ് അവരുടെ അവസ്ഥക്ക് കാരണം. എന്നതുപോലെ തന്നെ ഈ പരിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം വളരെ ബഹുമാനത്തോടു കൂടിയാണ്. പൊടി തട്ടി പട്ടിൽ പൊതിഞ്ഞതൊക്കെ നാം വെക്കും, അതിനെടുത്ത് ചുംബിക്കും, ഒതു എടുത്തുകൊണ്ട് തന്നെ അതിനെ തൊടും. പക്ഷെ അതിനെ ജീവിതമാക്കി മാറ്റുവാൻ, അതിനെ നമ്മുടെ വിജയത്തിലേക്കുള്ള പാതയാക്കി മാറ്റുവാൻ, അത് ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കി തീർക്കുവാൻ, അതൊരു പടവാളിനേക്കാളും മൂർച്ചയുള്ള ഒരു ആയുധമായി കയ്യിലേന്തുവാൻ നാം തയ്യാറാകാത്തതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ പരാജയത്തിന് കാരണം എന്ന് നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവിധത്തിലും നേടിയെടുത്ത് അവന്റെ മഹത്വത്തിനിരയായി അവന്റെ പരിശുദ്ധ അവന്റെ അതിമഹത്തായ അനുഗ്രഹീതമായ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ പ്രവേശിച്ച് അവന്റെ ലിഖായിനെ കണ്ട് സന്തോഷിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും എല്ലാം മരിച്ചുപോയും ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ മുസ്ലിങ്ങളുമായ സഹോദരന്മാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.